ഇന്ന് മാർക്കറ്റിൽ നിന്ന് നല്ല 2 വലിയ ആടിൻ്റെ തല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കറി വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ സ്റ്റ്യൂ പോലെ വെക്കൽ, പക്ഷെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞ് വരട്ടിയെടുക്കാം. ആ നാടൻ സ്റ്റൈലിൽ വരട്ടിയെടുത്ത് കുക്കർ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ ഉള്ളി ഇടുന്നതിന് മുന്നേ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇട്ടാൽ വേറെ തന്നെ ഒരു മണം ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷം നമുക്ക് വെല്ലുള്ളി നല്ലോണം നീളത്തിലരിഞ്ഞത് കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഉള്ളി നല്ലോണം വഴറ്റുക. അതിന് ശേഷം പച്ചമുളക് തക്കാളി നേർങ്ങനെ അരിഞ്ഞിട്ട് ആഡ് ചെയ്തിട്ട് അതും നല്ലോണം വഴറ്റി കൊടുക്കുക. ഇതിലേക്കുള്ള പൊടികളെല്ലാം നമ്മളൊന്ന് വറുത്തിട്ട് ആഡ് ചെയ്യുന്നത്. പൊടികൾക്ക് പ്രത്യേകിച്ച് കണക്കില്ല, ഉമ്മയോട് ചോദിച്ചിട്ട് പാകത്തിന് ഇട്ടത് കേട്ടോ. അപ്പോൾ ചെറിയ ജീരകം ഒന്ന് പൊടിച്ച് വെക്കുക. പിന്നെ ഒരു പാന് വെച്ച് ചൂടായ ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, കായ്മുളക് പൊടിച്ചത് ഇതെല്ലാം നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്ന ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക. പൊടികളെല്ലാം ആഡ് ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഉള്ളിയിലേക്ക് ഈ പൊടികളെല്ലാം നല്ലോണം ഒന്ന് പിടിച്ച് വരണം. ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ആക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി തല ആഡ് ചെയ്യേണ്ട ടൈമായി. തല ഇടുന്നതിന് മുന്നേ തലക്ക് നല്ലോണം കീറ് കൊടുക്കണം. ഒരു വെട്ടിട്ട പോലെ ഉണ്ടായിരിക്കണം ഒരു 3-4 ഭാഗത്ത്, എന്നാലേ നമുക്കത് പൊട്ടിക്കാൻ പറ്റുള്ളൂ. ആയ ശേഷം ഈ മട്ടൻ്റെ തല എടുത്തിട്ട് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം അതിൽ പിടിപ്പിച്ച് കൊടുക്കുക. നല്ലോണം സ്പൂൺ കൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും പിടിപ്പിച്ച ശേഷം പിന്നെ നമുക്ക് കുക്കർ അടച്ചിട്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളം ഒഴിക്കുന്നില്ല. ആവശ്യത്തിന് ഉപ്പെല്ലാം ഒന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ഇപ്രാവശ്യം വലിയ തലയാണ് കിട്ടിയത്. ചെറുതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും കുക്ക് ചെയ്യാനും സെർവ് ചെയ്യാനെല്ലാം ഈസി ആയിരിക്കും. പക്ഷെ ഇത് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ട്രൈ ആക്കി വെക്ക്. ഓൾറെഡി ഇത് സ്പൈസിയാണ്, പിന്നെ ഇച്ചിരിയും കൂടി സ്പൈസ് വേണ്ടവർക്ക് കുറച്ചും കൂടി പെപ്പർ പൗഡറെല്ലാം ലാസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെന്താണ്, കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് പച്ച വെളിച്ചെണ്ണ തൂവിക്കൊടുക്കാം. അപ്പോൾ നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട്. എനിക്കിത് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളെ അരിയൊറോട്ടിൻ്റെ ഒപ്പം നല്ലോണം കുഴച്ച് തിന്നാനാണ്. പിന്നെ വെള്ളപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷൻ തന്നെയാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് പറ എങ്ങനെയുണ്ട് എന്ന്. ഇത് കഴിച്ചവരെന്തായാലും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ സാധനം റെഡി.